ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടം മാത്രത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ വീട്ടുകാരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പ്രിയാമണി ചോദിക്കുകയാണ്, അപ്പോൾ ഈ പ്രാവശ്യത്തെ ഹണിമൂൺ ട്രിപ്പൊക്കെ അടിപൊളിയാക്കണോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ആക്കാം, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം ചിപ്പിമോളും കൂടി വരുന്നുണ്ടെന്ന് നമ്മുടെ ഇഷിത പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ഞെട്ടിപ്പോയി. ചിപ്പിമോളോ? അതെന്താ, അവൾ വരുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? അതേ അമ്മേ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അവളോട് പറഞ്ഞത് മുളച്ചിപ്പി നീയും കൂടി വരണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഇത് കേട്ടപ്പോൾ നമ്മുടെ മാഷ് ചോദിക്കുകയാണ്, അപ്പോൾ ഇത് രാമൻ അറിഞ്ഞോ ഈ കാര്യം? രാമൻ എന്താ അഭിപ്രായം പറഞ്ഞത്? അച്ഛന് വലിയ സന്തോഷമായിരുന്നു. അച്ഛൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അച്ഛൻ വളരെയേറെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴേക്കും മാഷിന് വളരെ സന്തോഷം തോന്നുക. അപ്പോൾ പ്രിയാമണി എന്തെങ്കിലും ആവട്ടെ, നിങ്ങളേതായാലും ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം നിങ്ങൾ ചിപ്പിയോട് വരാനും പറഞ്ഞു. ഇനി ആ കുട്ടിയോട് തിരുത്തി പറയാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങളതുകൊണ്ട് പോയിക്കോ, എനിക്ക് യാതൊരു പറയാനും ഇല്ലേ. നീ ഏതായാലും കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി അടുക്കളയിൽ കയറി പോവാ. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചിത്രയാണെങ്കിൽ, അതെ ചേച്ചി, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് അടിപൊളിയാക്കണം കേട്ടോ. അത് ചിപ്പിമോളുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഹണിമൂൺ ട്രിപ്പും പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു വിശേഷമായിട്ട് വേണം തിരിച്ചു വരാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്രയും കയറി പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ഈ രചന ഈ മനസ്വിനെ കാണാനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആൻറ്റി പറ, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ആൻറ്റി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഞാൻ പറയാം, നീ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാം. പക്ഷേ നമ്മൾ 3 പേരും അല്ലാതെ നാലാമതൊരാൾ ഈ സത്യം അറിയാൻ പാടില്ല, എൻ്റെ മകൻ ഉൾപ്പെടെ. കാരണം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഇല്ല ആൻറ്റി, ആൻറ്റിക്ക് ഞാൻ വാക്ക് തരുന്നു, എന്നെ ആൻറ്റിക്ക് വിശ്വസിക്കാം. ആൻറ്റി പറയുന്ന ഒരു കാര്യവും വേറെ ആരോടും ഞാൻ പറയാൻ പോകുന്നില്ല. ഇതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ആൻറ്റി എന്നൊക്കെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ മോൻ മാധവനും അതേപോലെ തന്നെ ഇഷിതയും തമ്മിലുള്ള കല്യാണം നടക്കുന്ന ആ സമയത്ത് അവൾ എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുന്ന ആ ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. അവൾ എൻ്റെ മോനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരാൻ പാടില്ല. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് വഴി ഏതറ്റം വരെ ഞാൻ പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ പല അടവുകളും ഞാനിവിടെ പ്രയോഗിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ ഡോക്ടറെ കാണാനായിട്ട് ഇടയായത്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചു. അങ്ങനെ മാധവിൻ്റെയും അതേപോലെ തന്നെ ഇഷിതയുടെയും ആ കല്യാണ ദിവസം കല്യാണ പന്തലിൽ വെച്ച് എൻ്റെ മകൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം തകർന്നല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുകയാണ്. മാലയിടുന്ന ആ സമയത്ത് നമ്മുടെ ഇഷിതയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥ അവിടെ വരികയും അങ്ങനെ ഇഷിത തളർന്ന് വീഴുകയും അങ്ങനെ ഇഷിതയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയും അങ്ങനെ ഈ രചനയോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ മനസ്വിനി. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഡോക്ടർ ഇഷിതയും കാത്ത് റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനാകെ ഞെട്ടിപ്പോവാ. അപ്പോൾ രചന പറയണം, സ്വാഭാവികം, കല്യാണ സമയത്ത് ഒരു പെണ്ണ് തലകറങ്ങി വീണു, നേരെ ചെല്ലേണ്ടത് ഗൈനക്കോളജിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. മനസ്സിലായി, ബാക്കി പറയൂ ആൻറ്റി. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് സീരിയസ് ആയ കാര്യങ്ങൾ. അത് ഞാൻ നിന്നെ വിശ്വസിച്ച് തന്നെയാണ് പറയുന്നത് രചന എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ആൻറ്റിക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതിൽ യാതൊരു കലർപ്പും ഉണ്ടാവില്ല. ആൻറ്റി പറ ആൻറ്റി എന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ആ ഡോക്ടർ ഫുൾ ചെക്കപ്പ് നടത്തി. അതിനുശേഷം ഇഷിതയോടും മാധവനോടും കൂടി പറയുകയുണ്ടായി, സോറി, കുട്ടിക്ക് വന്ധ്യതയാണെന്ന്. നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് സംശയമാണെന്നും ഇങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തകർന്നു പോയി ഇഷിത. അതേപോലെ തന്നെ മാധവൻ തകർന്നു പോയി. കാരണം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അവള്
ഗർഭിണിയാവണം, കുഞ്ഞുണ്ടാവണം, ഇതൊക്കെയാണല്ലോ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാധവ് തകർന്നു പോയി. അങ്ങനെ അവിടെ വലിയൊരു പ്രശ്നം ഉതിർന്നു. അങ്ങനെ മനസ്വിനി ഈ കല്യാണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ആ സമയത്ത് എല്ലാവരും കൂടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇഷിത നേരെ മാധവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മാധവേ, എനിക്ക് മാധവിൻ്റെ വായിലുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പറ മാധവേ, നിനക്ക് എന്നെ വേണ്ടേ? പറ, നീ പറയും മാധവേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക്, അമ്മ പറയുന്നതാണ് ശരി എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇഷിത തൻ്റെ കഴുത്തിലെ താലിയും വലിച്ച് പൊട്ടിച്ച് മാലയും വലിച്ച് പൊട്ടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. അങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഈ മനസ്വിനി രചനയോട് തുറന്നു പറയണ. അവള് പൂർണ്ണ പെണ്ണാണ്, പ്രസവിക്കാൻ കഴിയുന്ന എല്ലാ യോഗ്യതയുള്ള പെണ്ണാണ് ഇഷിത എന്ന് രചനയോട് പറഞ്ഞപ്പോഴേക്കും രചന അതിനേക്കാലം തകർന്നു. അപ്പോൾ രചന ഇതെല്ലാം കേട്ടിങ്ങനെ നടുങ്ങി നിൽക്കുകയാണ്. രചന, ഞാൻ പറഞ്ഞല്ലോ, യാതൊരു കാരണവശാലും എൻ്റെ മാധവ് ഈ സത്യം അറിയാനായിട്ട് പാടില്ല. ഇല്ല ആൻറ്റി, അറിയില്ല. ആൻറ്റി ഈ കാര്യം പറഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ ഗുണം ആൻറ്റിയെക്കാളും എനിക്കാ ഉണ്ടായത്. കാരണം എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈഷിതയും മഹേഷും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്ന്. അവൾക്ക് ഗർഭിണിയാകാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ നേരത്തെ ഗർഭിണി ആയാനായിരുന്നു. അവർ തമ്മിൽ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായെന്നും പറയുകയാണ്. അല്ല, അപ്പം പറഞ്ഞ് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അവർ ഒന്നിച്ചെന്നൊക്കെയാണോ പറയുന്നത്? അതൊക്കെ വെറും പറച്ചിൽ ആൻറ്റി, വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും പറച്ചിൽ, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല ആൻറ്റി. ഇപ്പോൾ ഈ സത്യങ്ങൾ നമുക്ക് മാത്രമല്ല അറിയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ആൻറ്റി, ആൻറ്റിക്കാണ് ഇത് വലിയൊരു പ്രശ്നമായി തീരാൻ പോകുന്നത്. മാധവെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാധവ അമ്മയെ വെറുക്കും. പിന്നെ മാധവിൻ്റെ ഭാര്യയില്ലേ, ആ ഭാര്യയെ അവൻ അടുപ്പിക്ക് പോലുമില്ല. അതായിരിക്കും ആൻറ്റിക്ക് മാധവ് തരാൻ പോകുന്ന ശിക്ഷ. എത്രയും വലിയൊരു ക്രൂരതയല്ലേ മകനോട് ആൻറ്റി ചെയ്തത്. സ്നേഹിച്ച പെണ്ണിനെ അവനിൽ നിന്ന് അകറ്റിയില്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിയൊരു തിരിച്ചടി ആൻറ്റിക്കും തരണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രചന, ദയവ് ചെയ്ത് മാധവനോട് പറയരുത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ആരും അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പോൾ നിന്നോടാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞിരിക്കുന്നത്. യാതൊരു കാരണവശാലും ആരും ഇത് അറിയരുതെന്ന് പറയുകയാണ്. ഇല്ല ആൻറ്റി, ഇതെനിക്ക് ഉപകാരപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അറിയില്ല. മഹേഷിൽ അവൾക്കൊരു കുഞ്ഞുണ്ടാകരുത്. മഹേഷിന് 2 പിള്ളേര് മതി. എൻ്റെ പിള്ളേര് അവ 2 ഉണ്ട്, അത് മതി മഹേഷിന്. അല്ലാതെ വേറൊരു കുഞ്ഞുണ്ടാകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവളിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ രചനയുടെ മനസ്സിലിരിപ്പും അവിടെ പുറത്തു വരികയാണ്. അങ്ങനെ ആൻറ്റി ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ ആരോടും പറയില്ലെന്ന്. അങ്ങനെ മനസ്സിനെ അവിടെ നിന്ന് പോവുക. അപ്പം മനസ്സിനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ രചന മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഏതായാലും കൊള്ളാം, ഇത് വെച്ചൊരു കളി കളിക്കണം. ഏതായാലും ഈ ഇഷിതയും മഹേഷും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കത്തുമില്ല. അവരിനി ഹണിമൂൺ ട്രിപ്പ് പോകാനും പോകുന്നില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നടിക്കുന്നു അവർ എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് ഇഷിതയെ കാണാൻ വേണ്ടി ഈ ആകാശ് മേനൻ വന്നിരിക്കുക. ഡോക്ടർ ഇഷിത, എന്തൊക്കെയുണ്ട്? അല്ല, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് എവിടം വരെയായി? പോകാൻ പോണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ ഇതുവരെ, എന്തു പറ്റി? ആകാശ് മേനോനെ, താനേ വലിയൊരു നിലനിൽക്കുന്ന ഒരാളല്ലേ, നല്ലൊരു കമ്പനിയിലെ നല്ല ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളല്ലേ, എന്നിട്ട് താനിങ്ങനെ ഒരു ചീപ്പായ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല. മറ്റുള്ളവരുടെ ബെഡ്റൂം രഹസ്യം ചോദിക്കുന്ന തന്നെ പോലുള്ള തരം താഴ്ന്ന പരിപാടി ചെയ്യരുത് എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വലിയൊരു തലപ്പത്തിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട്. എൻ്റെ ശത്രുക്കളെ കാണുമ്പോഴേ എൻ്റെ ആ ഉള്ളിലെ മൃഗം പുറത്തേക്ക് ഇറങ്ങി വരുമെന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ തകർക്കണമെന്ന് മാത്രമേ ഈ ആകാശ് മേനോന് ചിന്തയുള്ളൂ. എൻ്റെ ആജന്മ ശത്രുവാണ്
മഹേഷ്. അപ്പോൾ മഹേഷിൻ്റെ ഒരു കാര്യം അറിയുമ്പോൾ അത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹാ ഏതായാലും താൻ ചോദിക്കേ. തൻ്റെ തരം താഴ്ന്ന സ്വഭാവമൊക്കെ എനിക്കറിയാം. താൻ എവിടത്തോളം പോകുമെന്ന് എനിക്കറിയാം. ഇഷിത, ഡോക്ടർ ഇഷിത, നിങ്ങളുടെ ആ ആളില്ലേ, ജയിലിൽ ഇപ്പോഴും കിടക്കുകയാണ്, വിനോദിനെ പുറത്തിറക്കണ്ടേ? പുറത്തിറക്കാനുള്ള കളികളെല്ലാം ഞാൻ കളിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് രേഖയുടെ കോള് വന്നായിരുന്നു. ഒരു 7 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ കോള്. പക്ഷേ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് മേനോൻ ഒന്നും ഞെട്ടുകയാണ്. എന്താ ആകാശ് മേനോനെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താനൊന്ന് ഞെട്ടിയല്ലോ. താൻ ഇനിയും ഞെട്ടാൻ കിടക്കുന്നേ ഉള്ളു. വിനോദ് അധികം താമസിയാതെ പുറത്തു വരും. അത് താൻ ചെവിയിൽ നുള്ളിക്കോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അവിടുന്ന് പോവാ. ആകാശ് മേനോൻ ഒന്നും ഞെട്ടി. ശരിക്കും വിറച്ചൊരവസ്ഥയിലാണ് ആകാശ് മേനോൻ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ മഞ്ജിമ രചനയെ വിളിക്കുക. എന്താ മഞ്ജിമേ, എന്താ വിളിച്ചത്? കാര്യം കഴിഞ്ഞപ്പോഴൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാതായല്ലേ? ഞാൻ വിളിച്ചായിരുന്നു, എന്നിട്ട് എടുത്തില്ലല്ലോ. അത് പിന്നെ ഞാൻ ഓരോ തിരക്കിലായിരുന്നു, കുളിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നാലും 24 മണിക്കൂറും കുളിച്ചോണ്ടിരിക്കില്ലല്ലോ. മിസ് കോള് കണ്ടതല്ലേ, ഒന്ന് തിരിച്ചു വിളിക്കായിരുന്നു. നീ എന്താ കാര്യം എന്ന് പറ മഞ്ജിമേ. അത് നീ പറഞ്ഞാൽ മതി. നിനക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ടല്ലോ. അത് പിന്നെ ഇവിടെ ഒരു വിശേഷം ഉണ്ടായി. വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ഞെട്ടിക്കുന്ന കാര്യം? മഹേഷും ഇഷിതയും വീണ്ടും ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു. കൂടെ ചിപ്പിമോളും ഉണ്ട്. അതെങ്ങനെ സാധ്യമാകും? അവർ പോണില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ അവർ പോകാനായിട്ട് തീരുമാനിച്ചത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവർ തമ്മിൽ ഒന്നിക്കാനുള്ള പോക്കാണ്. ഈഷിതയ്ക്ക് അമ്മയാകാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്നാലും ഇവർ തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാണെന്നേ. ഇവർക്കറിയില്ലല്ലോ അമ്മയാകാനുള്ള കഴിവൊന്നും ഇഷിതയ്ക്ക് ഇല്ലെന്ന്. ഈ അമ്മമാരൊക്കെ മണ്ടന്മാരാണ് എന്നൊക്കെ പറയാ. അപ്പോൾ നമ്മുടെ രചനയാണെങ്കിൽ മഞ്ജിമേ, ആ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയണ്ട. എനിക്ക് പല കാര്യങ്ങളും അറിയാം. ശരിക്കും ബോംബ് പൊട്ടുന്നൊരു രഹസ്യം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഈഷിത എന്താണ്, മഹേഷ് എന്താണ്, അവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അയ്യോ, ഞാനെന്തിനാണ് പറയുന്നത്? അവർ തമ്മിൽ നല്ല ബന്ധമാണ്. എന്താ നീ കണ്ടോ അവർ തമ്മിലുള്ള ബന്ധം? ഇവര് പറഞ്ഞു പിന്നെ കൊഞ്ചിക്കൊഴിന്നൊക്കെ കണ്ടപ്പോഴേ പിന്നെ ബെഡ്റൂമിൽ പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത്. എങ്കിലേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നീ കൂടുതൽ പറയണ്ട. എൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള അടവുകളെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നീ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട. എന്നാലും രചന, നിനക്കെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? എന്താന്ന് വെച്ചാൽ എന്നോട് രഹസ്യം പറ. അയ്യോ, ഈ രഹസ്യം സൂക്ഷിക്കാൻ മാത്രമുള്ള ഇത് നിനക്കില്ല. നീയേ നാട്ടിൽ മുഴുവൻ പാട്ടാകും. ഇല്ലെന്നേ, ഞാൻ പറയില്ല. വേണ്ടെന്നല്ലേ മഞ്ജിമ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ രഹസ്യം എൻ്റെ തന്നെ ഇരുന്നോട്ടെ. അത് കാത്തു സൂക്ഷിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്കില്ല. അപ്പം അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക്. പിന്നെ നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുന്നിൽ എത്തിച്ചാൽ മതി. അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. അപ്പം മഞ്ജിമയ്ക്ക് ഭയങ്കര ഡൗട്ട്. എന്നാലും എന്തായിരിക്കും ആ രഹസ്യം എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.